ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ വീഡിയോസൊക്കെ നിർത്താമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ചില വിവരദോഷികളായ കമൻറ്റോളുകൾ ഇത് സമ്മതിക്കില്ല ഗായ്സ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇടണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ അനീഷ് ഏട്ടൻ്റെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, മൈജീൻ പോയതും അതുപോലെ തന്നെ പൊന്നാട അണിയിക്കുന്നതും ഓരോരുത്തർ വന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നതുമായ വീഡിയോയുടെ താഴെയൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻസാണ്. നമ്മുടെ വീഡിയോയുടെ താഴെയും രണ്ട് മൂന്ന് കമൻസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇൻബോക്സിലല്ല എൻ്റെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാനത് വിട്ട് കളഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഈ അദ്ദേഹം സമ്മാനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോയുടെ താഴെ അനാവശ്യമായിട്ടുള്ള കമൻറ്റുമായിട്ട് അത് അനിമോൾ എന്നും പറഞ്ഞ് വീണ്ടും വെറുതെ അനിമോൾ എന്നും പറഞ്ഞിട്ട് വരുന്ന കാണുമ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയുമായിട്ട് വരും തീർച്ചയായിട്ടും. അപ്പോൾ അനിമോളുടെ PR ടീം ഇപ്പോഴും സജീവമായിട്ട് രംഗത്തുണ്ട്. കാരണം അനിമോളിനെ ലൈറ്റിൽ നിർത്തുക, അല്ലെങ്കിൽ അനിമോളെ ലൈവാക്കി നിർത്തേണ്ടത് അവരുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഷിയാസ് കരീമും അതുപോലെ തന്നെ PR വിനുവും അനിമോളുടെ എപ്പോഴും റൈറ്റും ലെഫ്റ്റുമായിട്ട് നടക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അനിമോളുടെ കൂടെ ഷിയാസ് കരീം എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ PR ഏറ്റെടുത്ത വിനുവും എപ്പോഴും റൈറ്റും ലെഫ്റ്റുമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ബസ്സിൽ ജാക്കി വെക്കുന്നതായിട്ടൊന്നും തോന്നാറുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PR തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതോ സിനിമയിൽ നായകൻ്റെ ഏതോ വലിയ നായകന്മാരുടെ 2 നായകന്മാരിൽ ഒരു നായകൻ്റെ നായികയായിട്ട് പോകുന്നു. ഇതൊക്കെ PR പടച്ചു വിടുന്ന കാര്യങ്ങളായിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി പലതും ഇടും. അപ്പോൾ അതിൻ്റെ താഴെ അനിമോൾ എന്ന് വന്നിട്ട് വീണ്ടും ഇതേ കണക്ക് തന്നെ ലവ് ചിഹ്നവും വെച്ചിട്ട് അനിമോളിന് ഇടുമ്പോൾ അനിമോൾക്ക് ഭയങ്കര ജനകീയ സപ്പോർട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അടവ് മാത്രമാണ്. അങ്ങനെ അല്ലെങ്കിൽ ജനകീയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ സ്വന്തം അമ്മാവൻ മൈക്കിൽ കൂടെ വിളിച്ചു പറയേണ്ടി വരത്തില്ലല്ലോ. ഞങ്ങളുടെ നാടിൻ്റെ പൊന്നോമന പുത്രി എന്ന് വിളിച്ചു പറയേണ്ടി വരത്തില്ലല്ലോ. അവരെ വീട്ടിലെ പൊന്നോമന പുത്രിയാണ് അവർ നാട്ടിലിരുന്ന് മൈക്ക് കൊണ്ട് സ്വന്തം അമ്മാവനാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നിലവിളക്ക് മകൾക്ക് സ്വീകരണം കൊടുക്കാൻ അച്ഛനാണ് നിലവിളക്ക് മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന മുട്ടിൻ്റെ ചിരട്ട തെറ്റിപ്പോയ അച്ഛനാണ് നിലവിളക്കുമായിട്ടൊക്കെ ഓടിപ്പോണത്. ഇതൊക്കെ നമ്മൾ കണ്ട നാടകങ്ങളിലെ ഒരു ഭാഗം മാത്രം. ഇപ്പുറത്ത് നമ്മൾ കണ്ടു ഒരു മനുഷ്യനെ സ്വന്തം നാട്ടുകാർ എത്രമാത്രം ഹൃദയത്തിലേറ്റി എന്നുള്ള കാര്യം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കാരണം അയാൾ ഓരോ ജില്ലകളിൽ പോയാലും ഇതിൻ്റെ 1000 മടങ്ങായിരിക്കും ജനങ്ങൾക്ക് അയാളോടുള്ള സ്നേഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ ഒളിമ്പിക്സോ വലിയ ഏഷ്യാഡിലോ മത്സരിച്ചിട്ടൊന്നും വന്നതല്ല എങ്കിൽ കൂടി അയാൾ ഒരു റിയാലിറ്റി ഷോയും ജനകീയ ഷോയാണ്. ആ റിയാലിറ്റി ഷോയിലെ വളരെ മര്യാദയുള്ള മാന്യതയുള്ള അന്തസ്സുള്ള വ്യക്തിയായിട്ടാണ് അവിടെ നിന്നത്. അയാൾ ആരെയും ദുഷിച്ചില്ല, ആർക്കെതിരെ പരദൂഷണം പറഞ്ഞില്ല, ഒരു വ്യക്തികളെയും വ്യക്തിഹത്യ ചെയ്തില്ല, ഒരു സ്ത്രീകളെയും അപമാനിച്ചില്ല, ഒരു സ്ത്രീകളെയും തെറി പറഞ്ഞില്ല, ഒരു വ്യക്തികളെയും തന്തയ്ക്ക് വിളിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഗെയിം അയാൾ കൃത്യമായിട്ട് അയാളുടെ ടാസ്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് കൊടുത്ത ഡ്യൂട്ടീസ് അയാൾ വളരെ ജെന്യുവിനായിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് എൻ്റർടൈൻ പോലെ പാട്ടിന് ഡാൻസ് വെക്കുക, നമുക്ക് പ്രേക്ഷകർക്ക് എന്ത് വേണം എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കി അയാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളെ നമ്മൾ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് വെറുതെ കുരു പൊട്ടി ചോര ഒലിപ്പിച്ച് അല്ലെങ്കിൽ പഴുപ്പൊലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. അപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല വീഡിയോസും അനീഷ് ഏട്ടന് സമ്മാനങ്ങൾ കൊടുത്ത വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം മൈജിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറേ യൂട്യൂബേഴ്സ് അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. ആ യൂട്യൂബേഴ്സ് ചോദിക്കുന്ന ചോദ്യം അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും മറുപടി പറയുന്നില്ല. കാരണം അങ്ങനെ പറയാനും പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായ രീതിയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുത്തൻ ഉടനെ ഒരു ചോദ്യം ചോദിക്കുന്നു, അനിമോൾക്ക് സന്തോഷമുണ്ട്, 10 ലക്ഷം രൂപ കിട്ടിയാൽ അനിമോൾക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അനിമോളെ വിളിച്ചായിരുന്നു എന്ന്. എന്തിനാണ് അനിമോളെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അനിമോൾ ആരാണ് അനിമോളെ വിളിക്കാൻ? ഒരു ഹൗസിനുള്ളിൽ വെച്ചിട്ട് ഒരു ഫേക്ക് ലവ് ഡ്രാമ ചെയ്ത്. കാരണം അനിമോൾക്ക് അതൊരു പുത്തരിയല്ല. അനിമോൾ പറഞ്ഞ് ഞാൻ പുറത്തും ഇങ്ങനെയാണ്. അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് പല ആൾക്കാരെ കൂടെയുമുള്ള ഇവരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ജീവൻ ഗോപാലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഷ്ടം മാതിരി വീഡിയോസ് ഉള്ള കല്യാണത്തിനും അവിടെ ഇവിടെയും ഇൻ്റർവ്യൂവിനും എല്ലാം പോകുന്ന
പോകുന്ന വീഡിയോസ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീവൻ ഗോപാലിൻ്റെ കൂടെയും ജീവൻ ഗോപാലിൻ്റെ അമ്മയുടെ കൂടെയും വീട്ടിൽ പോയിരുന്ന് തന്നെ ഭയങ്കരമായിട്ട് പിന്നെ വർത്തമാനം പറയുന്നതും വീഡിയോ ഇടുന്നതും ജീവൻ ഗോപാലിൻ്റെ അമ്മയെ ഫോളോ ചെയ്യണേന്ന്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇവർ പുറത്തും ഇങ്ങനെയാണ്, കാരണം എല്ലാവരുമായിട്ട് ഇടപഴകി, എല്ലാ പുരുഷന്മാരുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നു. ഇപ്പോഴും നമ്മളത് കാണുന്നതാണ്. ഷിയാസ് കരീം അദ്ദേഹം വിവാഹിതനാണ്. പിന്നെ ഇവർക്ക് വിവാഹിതരെ പ്രശ്നമില്ല, കാരണം ജീവൻ ഗോപാൽ വിവാഹിതനുമാണ്, ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല, ഒരു മകനും ഉണ്ട്. അപ്പോൾ അയാളുടെ പുറയാണ് അബിയും മകിയും എന്ന് പറയുന്നൊരു വെബ് സീരീസ് പോലെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇവർ 3-4 വർഷമായിട്ട് വളരെ വലിയ അടുപ്പമായിരുന്നു. പിന്നീട് നമ്മൾ ഹൗസിൽ കേട്ടതാണ് അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് എന്നൊക്കെ പറയുന്നതും നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഡ്രസ്സിങ് ഏരിയയിൽ മൈക്കിൽ കൂടെ ബിഗ് ബോസ് കേൾപ്പിച്ചതാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവരെക്കുറിച്ചുള്ള ഒരു അവലോകനം നമുക്കുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാന്യവും മര്യാദയുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ലവ് ഡ്രാമ കാണിച്ച്, ഫേക്ക് ഡ്രാമ, ഞാൻ നിങ്ങളെ ഇഷ്ടമാണ്, അതുപോലെ നിങ്ങൾക്ക് പകുതി പാല് ഞാനല്ലേ തരേണ്ടത്, ഒരു ഭാര്യയുടെ കടമയല്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഞാനല്ലേ അനീഷേട്ടാ ഇനി നോക്കേണ്ടത്, ഇന്ന് പകുതി പാലെന്ന് പറഞ്ഞ് പാലൊഴിച്ച് കൊടുക്കുന്നു. ലവ് ചിഹ്നം ഇവർ പറയുന്നു, ലവ് ചിഹ്നത്തിൻ്റെ ഒരു ബന്ധു കൊടുക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് പിന്നെ പെങ്ങളായിട്ട് കരുതിയവൻ എന്തിനാണ് പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ ആങ്ങളെയായിട്ടാണ് കരുതിയെങ്കിൽ ഒരു ആങ്ങളെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഒരു ആങ്ങളയെ നമ്മൾ സ്നേഹമാണെന്ന് പറയുന്നു, ലവ് ആണെന്ന് പറയുന്നു. ഇനി ഇച്ചായാന്ന് വിളിക്കട്ടെ, ഒരു ഭാര്യയെ കിട്ടിയോളെ എന്താണ് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നത്, അപ്പോൾ ഇച്ചായാന്ന് ഞാൻ വിളിക്കട്ടെ, അങ്ങനെ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. പിന്നെ മുട്ടി ഒരുമി ചെന്ന് നിൽക്കുന്നു, ഇരിക്കുന്നു, അല്ലെങ്കിൽ ചെന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒരു ലവേഴ്സ് എങ്ങനെയാണോ പുറമേക്ക് കാണിക്കുന്നത്, നമ്മളാരെയും കാണിക്കാതായിരിക്കും കാണിക്കുന്നത്, അതൊക്കെ നമ്മുടെ പ്രൈവസിയാണ്. ഇത് എല്ലാവരെയും നാട്ടുകാരെ ഈ കോടിക്കണക്കിന് ജനങ്ങൾ കാണുക എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെയല്ല ഈ സ്ത്രീ ചെയ്തത്. അപ്പോൾ ഇതൊന്നും അഭിനയം വശമില്ലാത്ത ഒരു മനുഷ്യൻ ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു. അയാൾ മാന്യമായിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തു, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ അതവിടെ ക്ലോസ് ചെയ്തു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നെ എന്തിനാണ് ഇവന്മാർ, ഈ കൂതറ യൂട്യൂബർമാർ ഇയാളുടെ പുറകെ നടന്നിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്? അനുമോള് വിളിച്ചായിരുന്നു, വേറെ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കാത്ത എന്താ? അവിടെ എത്രയോ ആൾക്കാരുണ്ട്, എന്തിനാണ് ഷാനവാസ് വിളിച്ചോ എന്ന് ചോദിച്ചൂടെ? അതല്ലേ മര്യാദ? എന്തിനാണ് അനുമോള് വിളിച്ചോന്ന് ചോദിക്കുന്നത്? അതിനെന്തിനാണ് മറുപടി പറയുന്നത്? പിന്നെ സന്തോഷം, അനുമോൾക്ക് സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അനീഷേട്ടൻ പറയുന്നുണ്ട് എനിക്കും സന്തോഷം. അത് കേട്ടതിൽ എനിക്കും സന്തോഷം. പിന്നെ അവർ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ആവശ്യകത ഒരിക്കലുമില്ല, അത് പറയാനും പാടില്ല. അപ്പോൾ ഇന്നലെ മൈജിയിൽ ചെന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഡയലോഗ് പറയുമോ എന്ന് അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ അതിനു മുമ്പ് തന്നെ അവിടെ ആ കോടന്നൂർ അങ്ങനെ അദ്ദേഹത്തിന് ആ സ്വീകരണം കൊടുത്ത സമയത്ത് ആ ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ അവിടെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് 1-2 തവണ ആ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത്, അത് റെപ്യൂട്ടേഷൻ, അതാണല്ലോ ഇദ്ദേഹത്തിന് ഒരു സിഗ്നേച്ചർ. അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി അവിടെ ഹൗസിൽ വന്നു, ഹൗസിലുണ്ടു എന്ന് നമുക്ക് ബോധ്യമാക്കി തരുന്ന 2-3 ഡയലോഗുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സുപ്രഭാതം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പിന്നെ എപ്പോഴും ഇത് അലർത്തി പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ട്രോളാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, വളരെ സ്നേഹത്തോട് പറഞ്ഞു, വേണ്ട, ഇനി അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രോളാവും. അത് കറക്റ്റാണ്, അത് കറക്റ്റ് മറുപടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ കുരുപൊട്ടിയിട്ട് അനുമോളുടെ കുറേ എണ്ണം വന്നിരുന്നിട്ട് ഇവൻ പെണ്ണുപിടിയനാണ്, ഇവൻ എന്താണ് തുറക്കാത്തത് എന്നുള്ള ഡയലോഗാണ് ചോദിച്ചത്. അനുമോളോട് വിളിക്കാത്തത് എന്താണ്, അനുമോളോട് വിളിച്ചായിരുന്നു ചോദിച്ചപ്പോൾ അതിന് മിണ്ടാത്തത് കൊണ്ട് ഈ കമൻറ്റോളുകളായ ഈ വിവരദോഷികളായ വിവരമില്ലാത്തവന്മാർ പറഞ്ഞ ഡയലോഗാണ് അവൻ പെണ്ണുപിടിയനാണ്. ഇവൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് പെണ്ണ് പിടിച്ചു, നാണമില്ലാത്ത കുറേ ഊളച്ചെറ്റകൾ. അവനെപ്പോലെ അവൻ്റെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത, അവനെപ്പോലെ വിദ്യാഭ്യാസം വിവരമുള്ള ഒരു മനുഷ്യൻ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന അവൻ ഒരു റിയാലിറ്റി ഷോയിൽ പോയി അവിടെ മാന്യമായിട്ട് പെരുമാറി, മാന്യമായിട്ട് സ്ത്രീകളോട് അന്തസ്സോടെയും ബഹുമാനത്തോടും പെരുമാറി, ഹ്യൂമാനിറ്റി കാണിക്കേണ്ടടുത്ത് ഹ്യൂമാനിറ്റി കാണിച്ച് മാന്യമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് അവനെ ജനങ്ങൾ ഏറ്റെടുത്തത്. അല്ലാതെ നിന്നെപ്പോലെയൊക്കെയുള്ള ഇത്രയും ചെറ്റ വർത്തമാനം പറയുന്ന നീയൊക്കെ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ആ സപ്പോർട്ട് ചെയ്ത വ്യക്തി അവിടെ കാണിച്ച ഊളത്തരം, ചെറിയ ഊളത്തരമൊന്നുമല്ല. ആദ്യം മുതൽ ഓരോ 10-20 വയസ്സുള്ള ഒരു ചെറുക്കനെ കണ്ടപ്പോഴത്തേക്ക് അവനെ കണ്ടുകൊണ്ട് ഉടനെ അവനെ കണ്ട് ക്രഷ് അടിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ സകലമായ ആൾക്കാരെ കൂടെ നടന്ന് ഞാനും പുറത്തും ഇങ്ങനെയെന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുത്തിനെ കണ്ടപ്പോൾ
കണ്ടപ്പോഴത്തേക്ക് അത് ക്രഷ് തോന്നുന്നു. അതിനുശേഷം പിന്നെ അവൻ വേറൊരു സ്ത്രീയുമായിട്ട് കൂട്ടാന്ന് കണ്ടപ്പോഴത്തേക്ക് അവരുടെ പുതപ്പിനടിയിൽ എന്താണെന്ന് ഒളിഞ്ഞു നോക്കാൻ പോകുന്നു. അതിനുശേഷം പിന്നെ അടുത്ത ഏതെങ്കിലും ചെക്കന്മാർ അണ്ടർവെയർ ഇട്ടോന്ന് തിരക്കുന്നു. പിന്നെ അതുപോലെ അടുത്തവൻ വന്നപ്പോൾ വൈൽഡ് കാർഡായിട്ട് ഒരുത്തം വന്നപ്പോൾ അവനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നു. എനിക്ക് എന്ന് പറയേണ്ട സകലമന. പിന്നെ ആരെങ്കിലും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞാൽ അവരെല്ലാം അവിഹിതമാക്കുന്നു. സ്വന്തമായിട്ട് ആരുടെ കയ്യേലും പിടിക്കും, ആരുടെ തോളയിലും തൂങ്ങാം, ആരെയും കെട്ടിപ്പിടിക്കുക, ആരെയും ഉമ്മ വെക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവനവൻ്റെ എന്താ പറയുക സദാചാരം, അവനവൻ ആദ്യം സദാചാരം ഉണ്ടാക്കിയിട്ട് വേണം മറ്റുള്ളവരെ സദാചാരം ഉണ്ടാക്കാൻ. അങ്ങനെ വളരെ മോശമായിട്ടുള്ള പിന്നെ പരദൂഷണമെന്ന് പറയാൻ വേണ്ട. സകലമാന ആൾക്കാരെ അക്ബറിൻ്റെ ആയാലും അവരുടെ ആയാലും ഇവരുടെ ആയാലും കുറ്റമെല്ലാം മാറിയിരുന്ന് ആദില നൂറ ശൈത്യയോടുമായിട്ട് പങ്കുവയ്ക്കുന്നത് എപ്പോഴും അവരെ ആ ഒരു പരദൂഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഒരു കരച്ചിൽ. ഇങ്ങനെയുണ്ടോ മനുഷ്യർ, ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ? ഒരു പാവകളിൽ രണ്ട് പാവയെ നിവിനെടുത്തിട്ട് വന്നും പറഞ്ഞ് അട്ടഹസിച്ച് നിലവിളിക്കുന്നു. സ്വന്തം മാതാപിതാക്കൾ മരിച്ചു പോയാൽ ഇങ്ങനെ മക്കൾ നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച ഒരാളാണ്. അത്രമാത്രം അട്ടഹസിച്ച്. കാരണം അഭിനയ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കുലസ്ത്രീ എന്നൊന്നും ഇവരെ പറയാൻ പറ്റത്തില്ല. ഇവർ കൂതറ കുലസ്ത്രീ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം അഭിനയിച്ച് ഇവരുടെ കറക്റ്റ് സ്വഭാവം എക്സ്പോസ് ആയി. ഇവർ വിചാരിച്ച് എല്ലാം അഭിനയിക്കാവുന്നു. പക്ഷേ ഇവർ എന്താണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്ന സ്വഭാവമാണ്. ഇവർ തന്നെ അറിയാതെ പറഞ്ഞു. പിന്നെ PR ലക്ഷക്കണക്കിന് രൂപ PR 15 ലക്ഷം ആയിരിക്കും. ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുവാണ് 16 ആയിരിക്കത്തില്ല, ഞാൻ ബിന്നോട് പറഞ്ഞാൽ 15 ലക്ഷം എന്നായിരിക്കും. അപ്പോൾ 15 ലക്ഷം രൂപ എന്ന് ബിന്നിയോട് പറഞ്ഞു എന്ന്. അതാണ് പറയുന്നത്. കർമ്മയുണ്ട്, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മൾ നാക്കിൽ കൂടെ നമ്മൾ തന്നെ അറിയാതെ അത് പറഞ്ഞു പോവാണ്. പിന്നീട് പിന്നെ അഞ്ജന ചോദിക്കുന്നുണ്ട് അപ്പോൾ പൈസ എത്ര കൊടുത്തു? 1 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ അത് 50,000 ആക്കി. ഇവിടുത്തെ PR പറയുന്നത് 11,000 തന്നോളന്ന്. അങ്ങനെ ഫുള്ള് PR കൊടുത്ത് വോട്ട് മറിച്ച് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചിട്ട് ഈ ഒരു കപ്പ് വാങ്ങിച്ചിട്ട് ഒരുത്തം വന്ന് പുറത്ത് നിന്ന് ഇവനെ ലവ് ട്രാക്ക് പിടിക്കാൻ, ഈ സ്ത്രീയെ ലവ് ട്രാക്ക് പിടിക്കാൻ വന്ന ഒരു പ്രവീണെന്ന് പറയുന്നവൻ പുറത്ത് വന്ന് ഇൻ്റർവ്യൂ ആരോ ഒരു യൂട്യൂബർ ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് ഏറ്റവും കൂടുതൽ PR ഉള്ളത് അനീഷിനാണ്. ഇവന് നാണമില്ല, ഇവനൊക്കെ ഉളുപ്പുണ്ട്, ഇവനെയൊക്കെ പിന്നെ എന്താ അകത്തോട്ട് കയറിയ കണക്ക് തന്നെ ഇവനെയൊക്കെ അടിച്ചു പുറത്താക്കിയതാണ് ജനങ്ങൾ. എന്നിട്ട് ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവനെ ഓരോരുത്തർ മൂട് താങ്ങിക്കോ, പക്ഷേ മോശമായിട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തർ പറയരുത്. നിനക്ക് അവന് ഈ പ്രവീണെന്ന് പറയുന്നവനോട് ഞാനായിട്ട് ഈ ഒരു വീഡിയോ കൂടെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഇവന് അനീഷേട്ടന് ഒരു PR ഉണ്ട് എന്ന് കാശ് വാങ്ങിച്ച് ഒരു PR ചെയ്യുന്ന ഒരാളുണ്ടെന്ന് നീ വന്ന് തെളിയിക്കടാ നാറി. അല്ലാണ്ട് വെറുതെ ഇരുന്ന് വല്ലവരോട് ഇരുന്ന് യൂട്യൂബിലിരുന്ന് വല്ല യൂട്യൂബർമാർ ചോദിക്കുമ്പോൾ PR ഉണ്ടെന്ന് വന്ന് ഉളുപ്പുമില്ലാതെ പറയാൻ നിനക്കൊന്നും നാണമില്ലേ? നിന്നെയൊക്കെ ജനം അടിച്ചിറക്കിയതല്ലേ. പിന്നെ ചിലവർ ചോദിക്കുന്ന ഒരു കാര്യം, ഇയാൾ ഹിമാലയത്തിലെങ്ങാനും പോയിട്ട് വന്നതാണെന്ന്. ഇയാൾ ഹിമാലയത്തിൽ പോകണ്ട, ഇയാൾ ഏഷ്യാഡിൽ പോകണ്ട, ഇയാൾ ഒളിമ്പിക്സിൽ പോകണ്ട, അങ്ങനെയുള്ള പരിപാടിക്ക് പങ്കെടുക്കാൻ പോയതല്ല സാറേ. അയാൾ പോയത് ഒരു റിയാലിറ്റി ഷോയാണ്. ഇതൊരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ജനകീയ ഷോയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് പിന്നെ ജയിപ്പിക്കുന്ന എന്ന് പറയുന്ന അയാളുടെ കൃത്യമായ സ്വഭാവം, അവരുടെ റിയൽ ക്യാരക്ടർ. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഗെയിം അല്ല, യഥാർത്ഥം പറഞ്ഞാൽ റിയാലിറ്റി ഷോയാണ്. നമ്മൾ ഒരു വ്യക്തികൾ അവിടെ പോയിട്ട് 100 ദിവസം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. നമുക്ക് ഒരുപാട് ആർഭാടമില്ല, നമുക്ക് എസെൻഷ്യൽ നീഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു വ്യക്തിക്ക് എങ്ങനെ അങ്ങനെ ഒരു വീട്ടിൽ ഇത്രയും ആൾക്കാരെ കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റും. പല നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തേക്കണം. അങ്ങനെ നമ്മൾ എങ്ങനെ ജീവിച്ച് കാണിക്കുന്നു, അതാണ് റിയാലിറ്റി ഷോ. അല്ലാണ്ട് ഇത് ഗെയിം കളിച്ച് അഭിനയിച്ച് ഫേക്ക് ഡ്രാമ കളിക്കാനുള്ള സ്ഥലമല്ല. ഇത് നമ്മൾ എങ്ങനെയാണോ അവിടെ മുന്നോട്ട് നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, ആ ലൈഫ് നമ്മൾ എങ്ങനെയാണ്. നമുക്ക് ദേഷ്യം വരും, ആ ദേഷ്യം എക്സ്പോസ് ആവണം. നമുക്ക് ചിലപ്പോൾ നമ്മൾ ദേഷ്യം ഇല്ലാത്തവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടം വരുന്നവരായിരിക്കും, ചിലപ്പോൾ നമുക്ക് സങ്കടം ഇല്ലാത്തവരായിരിക്കും. ഇതെല്ലാം നമ്മൾ പുറമെ അരമണിക്കൂർ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു ഡ്രാമയിലോ സിനിമയിലോ സീരിയലിലോ എവിടെയൊന്നും അഭിനയിച്ചാൽ വരില്ല. നമ്മളുടെ റിയൽ ക്യാരക്ടർ എന്താണോ അതെല്ലാം 100 ദിവസത്തിനും പുറത്ത് വരും, നമ്മൾ എക്സ്പോസ്ഡ് ആവും. അങ്ങനെയുള്ള ഒരു ഷോയാണത്, റിയാലിറ്റി ഷോ. അല്ലാതെ ഇത് അഭിനയിക്കാനുള്ള ഷോ അല്ല. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, അനിമോളെ എഴുന്നേപ്പിച്ച് എൻ്റെ ആ വീഡിയോ കിടപ്പുണ്ട്, അനിമോളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, അനിമോളാണ് ഇവിടെ കണ്ടന്റ് കൂടുതൽ കൊടുക്കുന്നത്, പേയ്മെൻറ്റ് വാങ്ങിച്ചാൽ കണ്ടന്റ് കൊടുക്കണം. എന്ത് കണ്ടന്റാന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് വേറെ പണിയില്ലെന്നാണ് ചോദിച്ചത്. കണ്ടന്റൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങളോട് ആര് പറഞ്ഞു കണ്ടന്റ് എന്ന് പറയും. അപ്പോൾ ഇവരെ വിചാരിച്ച് ഈ പ്രാവശ്യം പോയ വെറും കൂതറ ടീമാണ് ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട ആൾക്കാർ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം ഇവരെല്ലാം കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി കണ്ടന്റ് പോയ ആൾക്കാരാണ്. അല്ലാണ്ട് ഇവർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് 100 ദിവസം അവിടെ ജീവിക്കാൻ പോയ ആൾക്കാരായിട്ട് തോന്നിയില്ല. അങ്ങനെ ജീവിക്കാൻ പോയ വളരെ ജെനുവിനായിട്ടുള്ള 1-2 ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അവർ മാത്രം 2-3 ആൾക്കാർ സ്വന്തമായിട്ട് അവരവിടെ ജീവിക്കാൻ പോയി, അവരുടെ റിയാലിറ്റി കാണിച്ചു. അതിൽ പല ആൾക്കാരും അഭിനയിച്ച് അവരുടെ സ്വന്തം സ്വഭാവവും കൂടി പുറത്തേക്ക് പോയി.
അപ്പോൾ ഈ പിന്നെ അനിമോൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും അത് അനീഷിൻ്റെയും ആദില നൂറയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനകത്തും അനിമോൾ നീക്ക് അനിമോളോട് കാണിച്ചത് കൊണ്ടാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അനിമോൾ എന്നും പറഞ്ഞ് അങ്ങ് കമൻറ്റ് ഇട്ടേക്കും. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്ന PR ടീം ഇപ്പോഴും ഇവർ നിലനിർത്തിയിരിക്കുകയാണ്. കാരണം ഈ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ലൈം ലൈറ്റിൽ അതുപോലെ തന്നെ ലൈവാക്കി നിലനിർത്തുക എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള, കാരണം ഇതിപ്പോൾ 10 ദിവസം കൊണ്ട് കെട്ടടങ്ങുമല്ലോ, അപ്പോൾ അത് നിർത്താതിരിക്കാൻ വേണ്ടി വീണ്ടും ലൈവായിട്ട് നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഈ PR വിനുവും പുറകെ ഇങ്ങനെ നടക്കുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങളൊക്കെ ലൈവായിട്ട് നിർത്തുക, എന്ത് വെച്ചാലും ചെയ്യാം. പക്ഷേ ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് അയാൾ പെണ്ണുപിടിയനാണ്, അയാൾ മറ്റേതാണെന്ന് പറഞ്ഞു വന്നാൽ സത്യമായിട്ടും പറഞ്ഞാൽ ആ കമൻ്റ് എടുത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് നല്ല തെറി, ഞാൻ പച്ച തെറി വിളിച്ചു പറയും. കാരണം ഞങ്ങൾ 100 ദിവസം കണ്ട അയാൾ മാന്യനും മര്യാദയുമുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആ വ്യക്തി മഹാകൂതറയായിരുന്നു എന്ന് ഞങ്ങൾക്ക് 100% ബോധ്യമായതുമാണ്. കാരണം സകലമാന പരദൂഷണവും പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നത്, സകലമാന പരദൂഷണം പറഞ്ഞ് ആമ്പിള്ളാരെയും ഒരാണും പെണ്ണും കൂടി, കാരണം ആര്യനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു, ആ ക്രഷ് പിന്നെ ജിസേൽ ആയിട്ട് ആര്യൻ കൂട്ടായപ്പോഴത്തേക്ക് അതിന് സംശയമായി ആര്യൻ്റെയും ജിസേലിൻ്റെയും പുതപ്പിനടിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയി. അതിൽ ആമ്പിള്ളാർ ജെട്ടിയിട്ടുണ്ടോ അണ്ടർവെയർ ഇട്ടുണ്ടോ എന്ന് അന്വേഷണം, പിന്നെ ലവ് ട്രാക്ക്, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയണ അക്ബറിനെ ജാക്കി, ഇപ്പം ഷിയാസ് കരീമും PR വിനും അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പം ആർക്കും ജാക്കി വെക്കുന്നതായിട്ട് തോന്നുന്നില്ലേ ഈ അനിമോൾക്ക്? ആ കണ്ട ആമ്പിള്ളാർ അവർ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു കംഫർട്ട് അല്ലാത്തൊരു സ്ഥലത്ത് നമ്മളവിടെ ചെന്ന് നിൽക്കുക, നമ്മളൊരു ഗെയിമാണ് മാറിപ്പോവാമല്ലോ. അക്ബറിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കാൻ എന്ത്, അക്ബറിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഞാൻ എന്നെ ജാക്കി വെക്കുന്നു എന്ന് പറയുന്നതൊക്കെ എന്ത് വ്യക്തിഹത്യയാണ്? അത്രമാത്രം വൃത്തികെട്ട മോശപ്പെട്ട ക്യാരക്ടറുള്ള വ്യക്തികളുടെ ആൾക്കാർ വന്ന് നിന്നിട്ട് മറ്റുള്ള മാന്യമായിട്ടിരിക്കുന്ന ആൾക്കാരെ പിന്നെ മോശമായിട്ട് പെണ്ണുപിടിയാനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മോശമാണ്, മ്ലേച്ഛമാണ്. നിൻ്റെയൊക്കെ ഊളത്തരത്തിന് ഇതിനെക്കാട്ടി വലിയ മറുപടി ഇനി സ്വപ്നങ്ങൾ മാത്രം. അപ്പോൾ വൃത്തികെട്ട ഇത്രയും വിവരദോഷികൾക്ക് ഇനിയും ഇഷ്ടം പോലെ മറുപടിയായിട്ട് ഞാൻ വരും കേട്ടോ. കാരണം ഇത് കണക്കുള്ള അയാളുടെ കാര്യം തിരക്കി അയാൾ IG സാധനം വാങ്ങിക്കാൻ പോയി, അയാൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിനൊന്നും പോകണില്ല, ഒരുപാട് പ്രോഗ്രാമിനൊന്നും പോകുന്നില്ല. അവിടെ തന്നെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പിന്നെ സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തുള്ള വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇവൻ പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട വിവരദോഷികളെ ചെറ്റകളെ നിനക്കൊക്കെ നല്ല മറുപടി ഞാൻ തരും. അപ്പം നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളം കഴിഞ്ഞു, ഷോ കഴിഞ്ഞു, റിയാലിറ്റി ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. നമ്മൾ ആ റിയാലിറ്റിയുമായിട്ട് അംഗീകരിക്കപ്പെട്ടു, കപ്പ് ഇല്ലാത്തവരുടെ കയ്യിൽപ്പെട്ടു, അതെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഓക്കെ ആയി. പക്ഷേ വീണ്ടും അനാവശ്യമായിട്ട് അയാളുടെ വീഡിയോയുടെ താഴെ അയാളുടേതായിട്ടുള്ള വീഡിയോയുടെ താഴെ വന്ന് പെണ്ണുപിടിയനാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാൻ വരരുത്. പിന്നെ പ്രവീണിനുള്ള വാണിംഗ് ആണ്. പ്രവീൺ ഇനി അനാവശ്യമായിട്ട് മൂഡ് താങ്ങുന്നെങ്കിൽ പ്രവീൺ പോയി മൂഡ് താങ്ങുക, അയാളുടെ പുറകെ വരണ്ട.